നമസ്കാരം. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവതീ-യുവാക്കളിൽ നിന്ന് കോടികൾ തട്ടിയ കേസിൽ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സിഇഒ കാർത്തിക പ്രദീപ് പിടിയിലാകുമ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. കാർത്തിക പ്രദീപ് ഒരു ചെറിയ മീനല്ല. ആദ്യം ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു നോക്കാം. അതെ, ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. താൻ കൂടുന്നുണ്ടോ? ആയോ, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് താൻ നിക്കരുത് കേട്ടോ. ഇത്രയും നാളെ ഞാൻ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മെക്കട്ടോട്ട് ആവശ്യമില്ലാത്ത വന്നുണ്ടല്ലോ. ഏതവനാണെങ്കിലും പറയാനുള്ളത് ഞാൻ കാര്യം അറിയാവുന്ന എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് നിക്കരുത്. തന്റെ ഒന്നും കാശ് ഞാൻ വാങ്ങിച്ചിട്ടല്ലോ ജീവിക്കുന്നത്. എന്തറിഞ്ഞിട്ടാണ് താനക്ക് വർത്താനം പറയാൻ നിൽക്കുന്നത്? എന്റെ ഹസ്ബൻഡിന്റെ അനിയൻ മരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, പ്രതികരിക്കാണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? പിന്നെ 90 ദിവസത്തെ എഗ്രിമെന്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നിയമപരമായിട്ട് നീങ്ങിയിട്ടും ഉണ്ട്. അതെ, പറ്റിച്ച് ജീവിക്കാം. എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? മേലാൽ വർത്താനം കൊണ്ട് എന്റെ മെസ്സേജ് കാണാൻ അടിക്കാമെങ്കിലുണ്ടല്ലോ. ഇനി വിഷയത്തിലേക്ക് കടക്കുമ്പോൾ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ കാർത്തിക പ്രദീപിന്റെ ഡോക്ടർ ബിരുദവും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. യുക്രൈനിൽ നിന്നും കാർത്തിക ഡോക്ടർ ബിരുദം നേടിയെന്നാണ് വാദം. എന്നാൽ കാർത്തിക പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിലെ തന്നെ മറ്റൊരു മലയാളി വിദ്യാർത്ഥിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ കുടുങ്ങിയതോടെ കാർത്തികയ്ക്ക് പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ മടങ്ങേണ്ടി വന്നുവെന്നാണ് സൂചന. യുക്രൈനിലായിരുന്നു കേസ്. മലയാളി അസോസിയേഷൻ അടക്കം ഇതിൽ ഇടപെട്ടിരുന്നു. ശേഷം നാട്ടിലെത്തിയ കാർത്തിക തട്ടിപ്പുകൾ തുടരുകയായിരുന്നു. കാർത്തികയുടെ തട്ടിപ്പ് ആദ്യം പുറത്തു കൊണ്ടുവന്നതും മറുനാടൻ മലയാളിയാണ്. ഈ വാർത്ത വന്നതോടെയാണ് അന്വേഷണം പുതിയ തലത്തിലെത്തിയത്. കേസുകൾ രജിസ്റ്റർ ചെയ്തുവെങ്കിലും നടപടികളൊന്നും തന്നെ എടുത്തിരുന്നില്ല. അതേസമയം മറുനാടൻ വാർത്തയെ തുടർന്ന് കാർത്തിക പ്രതിസന്ധിയിലായി. മറുനാടനിൽ ഫോൺ വിളിച്ച് ഭീഷണിയും ഉയർത്തി. മറുനാടനെതിരെ കേസ് കൊടുക്കുമെന്നായിരുന്നു വെല്ലുവിളി. ഇതിനിടയിലാണ് പോലീസ് കാർത്തികയുടെ ഒളിയിടം കണ്ടെത്തുന്നതും അറസ്റ്റ് ചെയ്യുന്നതും. ഡോക്ടർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയായിരുന്നു തട്ടിപ്പുകൾ. എന്നാൽ ഇവർ MBBS പൂർത്തിയാക്കിയിട്ടില്ല. വ്യാജ ഡോക്ടർ എന്നാണ് ലഭിക്കുന്ന സൂചന. കൊച്ചിയിലെ പ്രധാന ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നുവെന്ന് ഫേസ്ബുക്ക് പ്രൊഫൈലിലുണ്ട്. 1 മാസത്തിലേറെയായി കാർത്തിക ഒളിവിലായിരുന്നു. 2022 കാർത്തികയ്ക്കെതിരെ സമാനമായ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അർമേനിയയിൽ പ്രവർത്തിച്ചു വരുന്ന ബിഗ് വിങ്സ് എന്ന എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ പാർട്ട്ണർ ആണെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയ കേസിലായിരുന്നു ഫറോക്ക് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. നിരവധി പേരാണ് അന്ന് തട്ടിപ്പിനിരയായത്. വെറും 7 ദിവസം കൊണ്ട് ജോലി തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. യുക്രൈനിൽ നിന്നും നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മലയാള സീരിയലിലെ പ്രമുഖ നടിയുടെ സഹോദരനുമായി വിവാഹം വരെ നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഇത് പിന്നീട് മുടങ്ങി. കാർത്തിക ഇയാളിൽ നിന്നും പണം തട്ടിയെന്നാണ് സൂചന. ശേഷം മറ്റൊരു വിവാഹം കഴിച്ച കാർത്തിക ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിലൂടെ തട്ടിപ്പ് തുടരുകയായിരുന്നു. പല ജില്ലകളിൽ നിന്നും നിരവധി ഉദ്യോഗാർത്ഥികളാണ് കാർത്തികയുടെ മോഹവാഗ്ദാനത്തിൽ വീണത്. കോഴിക്കോട് നിന്നാണ് കാർത്തിക പിടിയിലായത്. പത്തനംതിട്ട സ്വദേശിയാണ് കാർത്തിക. പല സ്റ്റേഷനുകളിൽ കാർത്തികയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ തങ്ങളെ ഭീഷണിപ്പെടുത്തിയതായും തട്ടിപ്പിനിരയായവർ പരാതിപ്പെട്ടിരുന്നു. സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ടേക്ക് ഓഫിനെതിരെ പരാതിയുണ്ട്. ലക്ഷങ്ങളാണ് ഓരോ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഈടാക്കിയത്. എന്നാൽ പറഞ്ഞ സമയത്ത് വിസയോ ജോലിയോ തരപ്പെടുത്തി നൽകാതെയാണ് ഇവർ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചത്. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ തന്റെ കയ്യിലാണെന്നും ഈ രേഖകൾ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി ഹാജരാക്കി ഉദ്യോഗാർത്ഥികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമെന്നും കാർത്തിക ഭീഷണിപ്പെടുത്തി. അങ്ങനെ വന്നാൽ ഇനി ഒരിക്കലും വിദേശത്തേക്ക് പോകാൻ കഴിയില്ലെന്നും പ്രതി പറഞ്ഞിരുന്നതായി തട്ടിപ്പിനിരയായവർ പറയുന്നു. കേസ് രജിസ്റ്റർ ആയ സമ്മർദ്ദത്തിൽ പലരുടെയും രേഖകൾ കാർത്തിക തിരികെ നൽകി. എന്നാൽ വിദേശത്ത് ജോലി എന്ന സ്വപ്നവുമായി പണം നൽകിയവർ വലിയ തട്ടിപ്പിലാണ് ചെന്നുപെട്ടത്. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് 5.23 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമ പത്തനംതിട്ട സ്വദേശിനി കാർത്തിക പ്രദീപിനെ എറണാകുളം സെൻട്രൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പുല്ലേപ്പടിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ തൃശൂർ സ്വദേശിനി നൽകിയ പരാതിയിലാണ് നടപടി. UK-യിൽ സോഷ്യൽ വർക്കറായി ജോലി നൽകാമെന്ന് പറഞ്ഞ് 2024 ഓഗസ്റ്റ് 26 മുതൽ ഡിസംബർ 14 വരെയായി 5.23 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് പരാതി. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കലൂർ ശാഖയിലെ കാർത്തികയുടെ അക്കൗണ്ടിലേക്കാണ് പണം നൽകിയതും.
എറണാകുളത്തിന് പുറമെ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും സ്ഥാപനത്തിനെതിരെ പരാതിയുണ്ട്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിക്ക് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ആവശ്യമായ ലൈസൻസ് കാർത്തിക പ്രദീപിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിനില്ലെന്ന് വിദേശ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രൊട്ടക്ഷൻ ഓഫ് എമിഗ്രേറ്റ്സ് അറിയിച്ചു. ജർമ്മനി, UK തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു ഇവരുടെ തട്ടിപ്പ്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 3 മുതൽ 8 ലക്ഷം രൂപ വരെ വാങ്ങിയെന്നാണ് പരാതി. പണവും രേഖകളും നൽകിയതിനു ശേഷവും ജോലി ലഭിക്കാതെ വന്നതോടെയാണ് ഉദ്യോഗാർത്ഥികൾ പോലീസിനെ സമീപിച്ചത്. പത്തനംതിട്ട സ്വദേശിനിയായ കാർത്തിക തൃശൂരിലാണ് താമസിക്കുന്നത്. യുക്രൈനിൽ ഡോക്ടറാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് ശരിയല്ലെന്നാണ് സൂചന. കേസായതോടെ കൊച്ചിയിലെ സ്ഥാപനം പൂട്ടി ഇവർ മുങ്ങുകയായിരുന്നു. സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. കൊച്ചിയിൽ മാത്രം 30 ലക്ഷത്തോളം രൂപയാണ് ഇവർ പലരിൽ നിന്നായി വാങ്ങിയത്.